ഓം ഗം ഗം ഗണപതേ നമഃ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൺ ചെയ്ത് വെക്കുക. ലോട്ടറി ഭാഗ്യമുള്ള 11 നക്ഷത്ര ജാതകരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ആ കൂട്ടത്തിൽ അശ്വതി നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യമുണ്ട്. നിങ്ങൾ ദേവീഭക്തരാണെങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൂടാതെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടത്തി വരാറുള്ള മഹാലക്ഷ്മി പൂജയിൽ നിങ്ങളെയും കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കുന്നതാണ്. അതിന് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. അവർ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക. അശ്വതി നക്ഷത്ര ജാതകർ മുരുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പാലഭിഷേകം നടത്തുക മുരുകന്. അശ്വതി നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പറുണ്ട്. ആ ഭാഗ്യ നമ്പറിൽ അവർക്ക് ഭാഗ്യം തുണയ്ക്കും. 9 അവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത്. അതും അവർ ലോട്ടറിയിൽ ഉൾപ്പെടുത്തുന്നത് അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല വിജയങ്ങൾക്കും കാരണമാകും. ലോട്ടറി അടിക്കാൻ വരെ സാധിക്കുന്ന ഒരു നമ്പറാണ് 9. 9 അവരുടെ മൊത്തത്തിലുള്ള ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകരുടെ ഭാഗ്യസംഖ്യ 18. ഭാഗ്യ നമ്പറാണ് 18. ലോട്ടറിയിൽ ഇവർക്ക് ഈ നമ്പർ ഉൾപ്പെടുത്താവുന്നതാണ്. ഭരണി നക്ഷത്ര ജാതകരും മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. മുരുകന് മാല ചാർത്തുക, പഞ്ചാമൃത വഴിപാട് നടത്തുക, പായസം നടത്തുക, ഇതൊക്കെ ചെയ്യുന്നത് വഴി ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. തൊഴിലില്ലാത്തവരാണെങ്കിൽ നല്ലൊരു തൊഴിലൊക്കെ ലഭിക്കും. സ്ഥിര വരുമാനമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതായിരിക്കും. അടുത്ത കാർത്തിക നക്ഷത്രം. പേര് പോലെ കീർത്തി കേൾക്കാൻ യോഗമുള്ള നക്ഷത്ര ജാതകരാണ്. വിവാഹ തടസ്സമുള്ള കാർത്തിക നക്ഷത്ര ജാതകരാണെങ്കിൽ ഉടനെ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തണം. മുരുകന് ഇഷ്ട വഴിപാട് നിങ്ങൾ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ ഉയർച്ചകൾക്ക് അത് കാരണമായി തീരും. പ്രത്യേകിച്ച് ലോട്ടറി അടിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. വൃദ്ധന്മാരും അംഗപരിമിതിയുള്ളവരും നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ലോട്ടറി നീട്ടുമ്പോൾ നിങ്ങൾ എടുക്കാൻ മറക്കരുത്. അതൊരു പുണ്യം കൂടിയാണ്. അവരുടെ കയ്യിൽ നിന്ന് ലോട്ടറി എടുക്കുന്നത് അവർക്കൊരു സഹായമാകുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരു ചെറിയ തുകയാണെങ്കിൽ 15-20 ദിവസത്തിനകത്ത് തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ കഴിയുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം മറ്റാരുമല്ല, മകീരം നക്ഷത്രമാണ്. ഈ മകീരം നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ കാർത്തിക നക്ഷത്ര ജാതകരുടെ ഭാഗ്യസംഖ്യ എടുക്കാൻ മറക്കരുത്. 27. മകീരം നക്ഷത്ര ജാതകരുടെ ഭാഗ്യസംഖ്യയാണെങ്കിൽ 5 ആണ്. മകീര നക്ഷത്ര ജാതകർ നടത്തേണ്ട ക്ഷേത്ര ദർശനം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തുക. അവരുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിയും. അവർക്ക് ഈശ്വരാധീനം ഉണ്ടാകും. അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മുടക്കം കൂടാതെ നടന്നു കിട്ടാനും സാധിക്കും. അവർക്കും ലോട്ടറി ഭാഗ്യം കാത്തിരിക്കുന്നുണ്ട്. വിദേശ ലോട്ടറി ആയിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു സമ്മാനം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ സമ്മാനത്തിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ജീവിതം ഒന്ന് പച്ചപിടിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. തിരുവാതിര നക്ഷത്ര ജാതകരും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തേണ്ടതാണ്. തുളസിമാല ചാർത്തേണ്ടതാണ്. അവരുടെ ജീവിതത്തിൽ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. തിരുവാതിര നക്ഷത്ര ജാതകരുടെ ഭാഗ്യസംഖ്യ 14. 14 അവർക്ക് ഭാഗ്യം കടാക്ഷിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഇനിയുള്ള കുറച്ച് ദിനങ്ങൾ 15-20 ദിവസത്തിനകത്ത് തന്നെ വലിയ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കാൻ യോഗമുള്ള നക്ഷത്ര ജാതകരാണ് തിരുവാതിര നക്ഷത്രം. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്ര ജാതകരാണ്. പുണർദം നക്ഷത്ര ജാതകർക്കും വലിയ ഉയർച്ച കണ്ടുവരുന്ന സമയമാണ്. പുണർദം നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ എന്ന് പറഞ്ഞാൽ 23. 23 അവരുടെ ഭാഗ്യം കടാക്ഷിക്കുന്നത്. അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പുത്രന്മാരിലൂടെയോ മാതാപിതാക്കളിലൂടെയോ അവരുടെ ജീവിതത്തിൽ വലിയൊരു ഗുണം സംഭവിക്കാം. അപ്രതീക്ഷിതമായി വരുന്ന പല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്ക് കാരണമാകും. വീടൊക്കെ മോടി പിടിപ്പിക്കാൻ സാധിക്കുക, പുതിയ വാഹനം എടുക്കുക, അങ്ങനെയുള്ള എല്ലാ ശുഭകാര്യങ്ങളും നടക്കാൻ യോഗമുള്ള സമയം കൂടിയാണ് അവർക്ക് വന്നു ചേരുന്നത്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്ര നക്ഷത്ര ജാതകരുടെ ഭാഗ്യസംഖ്യ 32. ഉത്ര നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പറിൽ അവർക്ക് യോഗവും കാണുന്നുണ്ട്, ഭാഗ്യവും കാണുന്നുണ്ട്. ഉത്ര നക്ഷത്ര ജാതകർ ചെയ്യേണ്ട വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ അവർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്യുക. ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ നാമജപം കൊണ്ടാണ് കലിയുഗത്തിലെ പ്രാധാന്യം.
അതുകൊണ്ട് തന്നെ ഇവർക്ക് നാമജപത്തിലൂടെ എല്ലാ ദുരിതങ്ങളും മാറ്റിയെടുക്കാൻ സാധിക്കും. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. വിളക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ്. വിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ്. ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്ന സമയമാണ്. എണ്ണ സമർപ്പിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്ര ജാതകർക്ക് 41 ഭാഗ്യ നമ്പറായിട്ട് വരുന്നത്. അത്തം നക്ഷത്ര ജാതകർ ആഗ്രഹിച്ച എല്ലാ സൗഭാഗ്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇതുവരെ അവരെ കൊതിച്ചതൊക്കെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. മാറ്റങ്ങൾക്കും ജീവിതത്തിൻ്റെ വലിയ വിജയങ്ങൾക്കും സാധിക്കുന്ന സമയം തന്നെയാണ്. നിങ്ങൾക്ക് യോഗ സമയമായതുകൊണ്ട് തന്നെ യോഗമുണ്ട് എന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കരുത്. യോഗത്തിനനുസരിച്ച് നമ്മൾ എഫർട്ട് കൂടി എടുക്കുമ്പോഴാണ് അതിന് വിജയം ഉണ്ടാകുക. എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ജോലിയുടെ അവസരങ്ങളൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട്. ഏത് ജോലിക്ക് ചേരണം എന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ ജോലി തന്നെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്കും ലോട്ടറി ഭാഗ്യം കാത്തിരിക്കുന്നുണ്ട്. അത്തം നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലപരമായ സമയമാണ്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രത്തിൻ്റെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 50 50 എന്ന് പറഞ്ഞ ഭാഗ്യ നമ്പറാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു സൗഭാഗ്യത്തെ കൊണ്ടുവരുന്നത്. മഹാലക്ഷ്മി ഗൃഹത്തിൽ വസിക്കാൻ യോഗമുള്ള നക്ഷത്ര ജാതകരാണ് ചിത്തിര നക്ഷത്ര ജാതകർ. ചിത്തിര നക്ഷത്ര ജാതകർക്കും യോഗസമയമാണ്, ഭാഗ്യസമയമാണ്. ചിത്തിര നക്ഷത്ര ജാതകർ നടത്തേണ്ട വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്ര ദർശനമാണ്. ഗുരുവായൂരൊക്കെ ഒന്ന് പോയി വരുന്നത് നല്ലതാണ്. തുലാഭാരമൊക്കെ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം നടക്കാൻ പോകുന്ന സമയമാണ്. അത് ലോട്ടറി ഭാഗ്യത്തിലൂടെ ആയിരിക്കാം, ഒരു കൊച്ചു സമ്മാനത്തിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു അംഗീകാരമായിരിക്കാം. അവർക്ക് കൂടുതൽ പ്രോത്സാഹനം എന്ന പോലെ അവരുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വിജയത്തെയും കണക്കാക്കുക. ഇത് വിജയത്തിൻ്റെ തുടക്കം മാത്രമാണ്, വിജയത്തിൻ്റെ അവസാനമല്ല എന്ന് ഇവർ മനസ്സിലാക്കുക. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. മൂലം നക്ഷത്ര ജാതകർ കേതുവിന് നവഗ്രഹ പൂജ നടത്തുക, ഗണപതിക്ക് കറുകമാല ചാർത്തുക. ഇതൊക്കെ ചെയ്താൽ മൂലം നക്ഷത്ര ജാതകരുടെ ദുരിതങ്ങൾ മാറിക്കിട്ടും. നക്ഷത്രാധിപനായ കേതുവിനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. 3 അവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറഞ്ഞാൽ അവരുടെ രാശിചിഹ്നവും നക്ഷത്രവും നിൽക്കുന്ന ഇത് പ്രകാരം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെ പ്രീതിപ്പെടുത്തേണ്ടത് നല്ലതാണ്. അവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനവും കാര്യതടസ്സങ്ങളും മാറിക്കിട്ടാൻ വ്യാഴത്തിന് നവഗ്രഹ പൂജ ചെയ്യുന്നത് വഴി അവർക്ക് സാധ്യമാകും. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. പൂരാടം നക്ഷത്ര ജാതകരുടെ ഭാഗ്യ നമ്പർ 12. അവർ ഗണപതി കോവിലിലെ ദർശനം നടത്തുന്നതും തേങ്ങ ഉടയ്ക്കുന്നതും അവരുടെ വിഘ്നങ്ങൾ ഉടച്ചു തീർക്കാൻ സാധിക്കും. പൂരാട നക്ഷത്ര ജാതകർ കരിമ്പൂരാടക്കാർ എന്ന് പറഞ്ഞൊരു നക്ഷത്ര ജാതകരുമുണ്ട്. അവരെന്ത് പറഞ്ഞാലും അച്ചിട്ടമാണ്. പക്ഷേ അവരുടെ പ്രവൃത്തികളും വാക്കും ഒക്കെ നല്ല രീതിയിൽ വരാനായിട്ട് അവർ ക്ഷേത്ര ദർശനങ്ങളും ദാനധർമ്മങ്ങളും ചെയ്യുക. ഇവർ മുഖ്യമായിട്ട് നടത്തേണ്ട ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ ഗണപതി ക്ഷേത്രത്തിൽ ഒറ്റയപ്പം നടത്തുക. അത് അവരുടെ ജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളും മാറ്റി അവർക്ക് സർവ്വ അഭീഷ്ടവും വന്നു ചേരാൻ സാധിക്കും. പ്രത്യേകിച്ച് ലോട്ടറി ഭാഗ്യത്തിലൂടെയൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ ഒരു വീട് വെക്കാനൊക്കെ യോഗം ഉണ്ടാകും. അല്ലെങ്കിൽ വീട് മൂടി പിടിപ്പിക്കാൻ യോഗം ഉണ്ടാവും. അല്ലെങ്കിൽ നല്ലൊരു വാഹനം എടുക്കാൻ യോഗം ഉണ്ടാവും. ഇതൊക്കെ വന്നു ചേരും. ഇത്രയും നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ ഭാഗ്യം വന്നു ചേരും. നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.